അതുപോലെ മൃതസഞ്ജീവനി മുദ്ര എന്ന പേര് കേൾക്കുമ്പോൾ അറിയാം, ഇത് ഈവൻ നമ്മളെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ സഹായിക്കുന്ന വളരെ വളരെ ബെനിഫിറ്റുള്ള ഒരു മുദ്രയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നൊരു യാത്രയിലാണ്, അതുകൊണ്ട് യോഗ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് ഞാനൊരു മുദ്രയുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മുദ്രയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മുദ്രയുടെ പേര് അപാനവായു മുദ്ര, ഹൃദയമുദ്ര, മൃതസഞ്ജീവനി മുദ്ര, ഇങ്ങനെയൊക്കെ പേര് വിളിക്കുന്ന വളരെ പർട്ടിക്കുലറായിട്ടുള്ള ഒരു മുദ്രയാണ് പരിചയപ്പെടുത്തുന്നത്. അപാനവായുമുദ്ര എന്ന പേര് കേൾക്കുമ്പം അറിയാൻ പറ്റും, ഇത് അപാനമുദ്രയുടെയും വായുമുദ്രയുടെയും കൂടെ ഒരു കോമ്പിനേഷനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഹൃദയമുദ്ര എന്ന് കേൾക്കുമ്പോൾ അറിയാം, ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന മുദ്രയാണ്. അതുപോലെ മൃതസഞ്ജീവനി മുദ്ര എന്ന പേര് കേൾക്കുമ്പോൾ അറിയാം, ഇത് ഈവൻ നമ്മളെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ സഹായിക്കുന്ന വളരെ വളരെ ബെനിഫിറ്റുള്ള ഒരു മുദ്രയാണ്. അപ്പോൾ ഞാൻ പല മുദ്രാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മുമ്പ്, നമ്മളുടെ ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. നമ്മുടെ കയ്യിലെ ഓരോ വിരലുകളും പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിലെ ഈ വിരൽ, തള്ളവിരൽ ഫയർ എലമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഇൻഡെക്സ് ഫിംഗർ, ഈ ചൂണ്ടുവിരൽ വായു എലമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ മിഡിൽ ഫിംഗർ ആകാശതത്വം, സ്പേസ് എലമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ റിംഗ് ഫിംഗർ പൃഥ്വിതത്വത്തെ സൂചിപ്പിക്കുന്നു. ചെറുവിരൽ ജലതത്വത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ തത്വങ്ങളുടെ അനുപാതം നമ്മുടെ ശരീരത്തിൽ ശരിയാകാതെ വരുമ്പോഴാണ് നമുക്ക് രോഗങ്ങളുണ്ടാകുന്നതെന്നാണ് മുദ്രാശാസ്ത്രം പറയുന്നത്. അപ്പോൾ ചില മുദ്രകൾ അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ ഈ വിരലുകൾ പ്രത്യേക രീതിയിൽ യോജിപ്പിക്കുമ്പോൾ ഈ ഒരു എനർജി ഫ്ലോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഈ തത്വങ്ങളുടെ അനുപാതത്തെ ഏകീകരിച്ച് നമ്മൾക്ക് രോഗമോചനം, രോഗവിമുക്തി നൽകുന്നുവെന്നാണ് മുദ്രാ സയൻസ് പറയുന്നത്. യോഗയിൽ നമ്മൾ പല മുദ്രകളും എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന മുദ്രകളാണ് ചിന്മുദ്ര, ജ്ഞാനമുദ്ര, അങ്ങനെയുള്ള മുദ്രകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മുദ്ര ചെയ്താലാണ് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ബെനിഫിറ്റ് എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന മുദ്രകൾ അനുഷ്ഠിക്കാൻ കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചിന്മുദ്ര, ജ്ഞാനമുദ്രയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഹൃദയാരോഗ്യത്തിനും അതുപോലെ നമ്മൾക്ക് വലിയ സിവിയർ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ളപ്പം നമ്മൾ ഹൃദയമുദ്ര ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് മുദ്ര ചെയ്യുന്നതെന്ന് പറയാം. അപാനമുദ്രയുടെയും വായുമുദ്രയുടെയും കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ മുദ്ര ചെയ്യാനായിട്ട് ഇതുപോലെ ഈ ചൂണ്ടുവിരൽ ഈ തമ്പിൻ്റെ അടിഭാഗത്തോട്ട് വെക്കുക. എന്നിട്ട് ഈ രണ്ട് വിരലുകൾ നമ്മുടെ തള്ളവിരലിൻ്റെ ടിപ്പുമായിട്ട് യോജിപ്പിക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ റിംഗ് ഫിംഗറും മിഡിൽ ഫിംഗറിൻ്റെ ടിപ്പ് തള്ളവിരലിൻ്റെ ടിപ്പുമായിട്ട് യോജിപ്പിക്കുക. ചെറുവിരൽ ഉയർന്നിരിക്കുന്നു. ഇതാണ് മുദ്ര. ഇതിന് ഒരു ഹൃദയത്തിൻ്റെ ഒരു ഷേപ്പുണ്ട്, ഹാർട്ട്, ഹൃദയമുദ്ര എന്ന് പറയും. ഇങ്ങനെ നിങ്ങൾ ഒരു കൈ പിടിച്ചാൽ പോരെ, രണ്ട് കയ്യിൽ മുദ്ര പിടിക്കണം. ഏത് മുദ്രയാണെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് കൈയിലും പിടിക്കണം. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ പോസിലിരുന്ന് നിങ്ങളുടെ കാൽമുട്ടുകളിൽ ഈ രണ്ട് കൈയിലും ഈ മുദ്ര പിടിച്ച് വെച്ചിട്ട് നന്നായിട്ട് നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കുക. സ്പൈന് വളരെ സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വയറ് വീർത്തു വരും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് വലിയും അല്ലേ? അത് അങ്ങനെ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് അറിഞ്ഞ് ബ്രീത്ത് ചെയ്യുക. നമ്മളുടെ ബ്രീത്തൊക്കെ വളരെ ഷോർട്ടാണ്. പെട്ടെന്ന് നമ്മൾ ശ്വാസം എടുത്തു പോകുന്നു. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശേഷിയുടെ ഒരു കാൽഭാഗം പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഏത് സാധനവും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അത് മോശമായി പോകില്ല, കേടായി പോകില്ല. അതുപോലെ നമ്മുടെ ലങ്സിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒരു ഐഡിയലായിട്ട് കിടക്കും. അപ്പം ദീർഘമായി ശ്വാസം എടുക്കുക, ഈ മുദ്ര അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തിങ്കിങ് നല്ല രീതിയിൽ തിങ്ക് ചെയ്യുക. ദീർഘമായി ശ്വാസം എടുക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി, നമ്മൾ നന്നായിട്ട് എനർജൈസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ ടെൻഷനും എല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട്, നെഗറ്റീവ് എനർജിയും എല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് അങ്ങനെ ഈ മുദ്ര അനുഷ്ഠിക്കുക. മുദ്ര ഒരു 15 മിനിറ്റിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഈ 15 മിനിറ്റ് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അത് പ്രായോഗികമായിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാവിലെ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇരിക്കുക, ഉച്ചയ്ക്ക് അങ്ങനെ 5 മിനിറ്റ്, ഈവനിങ് 5 മിനിറ്റ്, അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ്. അതുമെല്ലാം നമ്മൾ മുടങ്ങാതെ ചെയ്യണം. ഇത്
നമ്മളൊരു വിശ്വാസത്തോടെ ഒരു വിശുദ്ധിയോട് കൂടി ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ മുദ്ര റെഗുലറായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് മോചനം നൽകുന്നതാണ്. അതുപോലെ ഇത് നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നത് വഴി നമുക്ക് ധാരാളം പ്രാണവായു നല്ല രീതിയിൽ ഓക്സിജൻ ഉള്ളിലെത്തും. അപ്പം നമ്മുടെ ബ്ലഡിലെ നന്നായിട്ട് ബ്ലഡിനെ ഓക്സിജനേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ, ക്ലോട്ടിൻ്റെ സാധ്യത ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഇത് വളരെ ഗുണം ചെയ്യുന്ന മുദ്രയാണ്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ മുടങ്ങരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് യോഗ വീഡിയോ തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.